അനാസ്ഥകൾ ഇനി പുറത്തേക്ക് വരികയാണ്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ മേഖലയിൽ വേണ്ടത്ര മുൻകരുതൽ സ്വീകരിക്കാതിരുന്നതും കാലാവസ്ഥ മുന്നറിയിപ്പ് ലഭിക്കാതിരുന്നതുമാണ് മണ്ണിടിച്ചിലിന് അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ഒരുപാട് രേഖകൾ പ്രകാരം, തെളിവുകൾ പ്രകാരം നമുക്ക് അറിയാൻ കഴിയുന്നു. കൂട്ടിയിട്ട മണ്ണ് നീക്കണമെന്ന് ജില്ലാ ഭരണകൂടവും നാട്ടുകാരും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കരാർ കമ്പനി അത് ഗൗരവത്തിലേക്ക് എടുത്തതേയില്ല. ആ റിപ്പോർട്ടിലേക്ക് കൂടി. തുരങ്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഈ ദുരന്തത്തിന് ആക്കം കൂട്ടിയതെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി അടക്കമുള്ളവരും ആ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യായിരുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ദുരന്തമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന ഒരു മേഖലയാണ്. അവിടെ അതിതീവ്ര മഴയടക്കം മുൻ വർഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കള്ളാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ മല പോലെ മണ്ണ് കൂട്ടിയിടുന്ന സാഹചര്യം ഉണ്ടായത്. മുകളിൽ ചെറിയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ഈ കൂട്ടിയിട്ട മണ്ണാണ് വലിയ തോതിൽ റോഡിലേക്ക് അടക്കം ഒഴുകി എത്തിയത്. ഇതുപോലെ ഒരു മേഖലയിൽ ഇത്രയും പരിസ്ഥിതി ദുർബലമായ ഒരു പ്രദേശം, അതുപോലെ കനത്ത മഴ, അതിതീവ്ര മഴ പെയ്യുന്ന ഒരു പ്രദേശത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഈ ദിലീപ് ബിൽകോൺ എന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, കാലാവസ്ഥ മുന്നറിയിപ്പിലുണ്ടായ പാളിച്ചയാണ്. വയനാട്ടിൽ ഇന്നലെയും ഇന്നുമൊക്കെ യെല്ലോ അലർട്ട് മാത്രമാണ് നേരത്തെയുള്ള മുന്നറിയിപ്പിലുണ്ടായത്. ദുരന്തമുണ്ടായ ശേഷം മാത്രമാണ് ഇന്നത്തേക്ക് റെഡ് അലർട്ട് വന്നത്. ഈ യെല്ലോ അലർട്ട് നൽകിയ ദിവസമാണ് ഈ പ്രദേശത്ത്, മേപ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 220 മില്ലിമീറ്റർ വരെ മഴ പെയ്തത്. അത്തരത്തിലൊരു അലർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിന് വേണ്ട മുൻകരുതൽ എടുക്കാൻ കഴിഞ്ഞില്ല. അംഗനവാടികളടക്കം ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത്രയും മഴ പെയ്തിട്ടും ആകെയുള്ളത് ഈ നിർമ്മാണ കമ്പനിയോട് മഴ കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ജില്ലാ കലക്ടർ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് ഒരുപാട് തൊഴിലാളികൾ ഈ പ്രദേശത്തുണ്ടായില്ല. 15 പേർ മാത്രമാണ് ആ സമയത്ത്, ഈ മണ്ണ് ഇടിയുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഇത്രയും മഴ പെയ്യുന്ന, ഇത്രയും പരിസ്ഥിതി പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് നിർമ്മാണം നടത്തുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഉണ്ടായില്ല എന്നുള്ളത് പ്രധാന വീഴ്ച തന്നെയായി കണക്കാക്കേണ്ടതാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.